ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എണ്ണയില്ലാത്ത ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിന് ഡോ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ഗ്ലാസ്സിൽ 1 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര, ചെറു ചൂടുള്ള പാലും കൂടി ചേർത്ത് പൊങ്ങി വരാനായി മാറ്റി വെക്കുന്നുണ്ട്. പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ചേർക്കാവുന്നതാണ്. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം 1 കപ്പ് മൈദയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഈ പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കേണ്ടതാണ്. അടുത്തതായി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൂടുതൽ പെപ്പർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ആഡ് ചെയ്തിട്ടാണ് മസാല ചേർത്തിട്ടുള്ളത്. പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഫില്ലിങ്സിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജ്, ഉള്ളി എന്നിവ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണുള്ളത്. അതിലേക്ക് കുക്ക് ചെയ്തിട്ടുള്ള ചിക്കന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മയോണൈസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദമാവിൽ നിന്ന് ഓരോ ബോളുകളാക്കിയെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുത്തതിന് ശേഷം റൗണ്ട് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുത്തത് ഓരോന്നും ചുട്ടെടുക്കാവുന്നതാണ്. പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം തിരിച്ചിടാനായിട്ട്. ഇപ്പോൾ ഫില്ല് ചെയ്യാനുള്ള റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഓരോ റൊട്ടിയുടെയും സൈഡ് ഭാഗം മാത്രം കട്ട് ചെയ്ത് അതിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കാണുന്നത് പോലെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് ബാക്കി ഫുൾ ഭാഗം ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും ഇതിൽ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.